ബിഗ് ബോസ് മലയാളം സീസൺ 6 അപ്ഡേറ്റുകളിലേക്ക് പോകാം. അപ്പോൾ ഈ ഒരു 9ാമത്തെ ആഴ്ച എവിക്ഷനിൽ ശരണ്യ ഓൾറെഡി ബിഗ് ബോസ് ഹൗസിൽ നിന്നും എവിക്റ്റ് ആയിരിക്കുകയാണ്. ശരണ്യയോടൊപ്പം തന്നെ ശ്രീരേഖയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് എവിക്റ്റ് ആയി എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ. നമുക്ക് 100% ഉറപ്പിക്കാൻ പറ്റുന്ന സോഴ്സിൽ നിന്ന് തന്നെ ലഭിച്ച റിപ്പോർട്ടുകളാണ്. എന്തായാലും രണ്ട് ഡിവിഷനുകളും ഫെയർ തന്നെയെന്ന് തന്നെ പറയാം. കാരണം പ്രേക്ഷകരുടെ വിധിപ്രകാരം അല്ലെങ്കിൽ പ്രേക്ഷകരുടെ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ രണ്ടുപേരെയും എവിക്റ്റ് ആക്കി എന്ന് തന്നെ പറയേണ്ടി വരും. ഇന്നല്ല, ഇതിനു മുൻപ് തന്നെ ഇവർ പോകേണ്ടതായിരുന്നു. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഭാഗ്യം കൊണ്ടോ അല്ലെന്നുണ്ടെങ്കിൽ ഇവർ പവർ റൂമിലായിരുന്നത് കൊണ്ടോ മുൻപ് ഇവർക്ക് എവിക്റ്റായി പോകാൻ സാധിച്ചിരുന്നില്ല. അല്ലെങ്കിൽ പ്രേക്ഷകർ ഇവരെ മുന്നേ തന്നെ പുറത്താക്കിയാണ്. അതിനുള്ള അവസരങ്ങളും കിട്ടിയിരുന്നതായിരുന്നു. ശരണ്യാണെന്നുണ്ടെങ്കിൽ ഒരു വിഷു എപ്പിസോഡിൽ പുറത്തേക്ക് വന്നു എന്ന സ്റ്റേജിൽ വരെ എത്തിയതായിരുന്നു. അന്ന് ആ ഒരു വിഷു ആയതുകൊണ്ട് തന്നെ ക്യാൻസലായി പോവുകയായിരുന്നു അന്നത്തെ എവിക്ഷൻ. അതിനുശേഷം ഒരു 3-4 ആഴ്ചകൾ കഴിയേണ്ടി വന്നു ഒരു എവിക്ഷനിലേക്ക് ഇവർ വരാൻ. എന്തായാലും ആ ഒരു കറക്റ്റ് സമയത്ത് തന്നെ പ്രേക്ഷകർ ഇവരെ പുറത്താക്കിയിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ രണ്ടുപേരും ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്നോ ഒരു ബിഗ് ബോസ് ഗെയിമർ എന്നോ പറയാൻ സാധിക്കത്തില്ല. എങ്ങനെയോ കടിച്ചു തൂങ്ങി ബിഗ് ബോസിൽ ഇത്രയും ദിവസം നിന്നു. ഇത്രയും ദിവസം അവിടെ ഉണ്ടായിട്ടും പ്രത്യേകിച്ച് പ്രേക്ഷകർക്കിടയിൽ ചലനങ്ങൾ സൃഷ്ടിക്കാനോ ഇമ്പാക്റ്റുകൾ ഉണ്ടാക്കാനോ സാധിച്ചില്ല. ശരണി എന്ന കണ്ടസ്റ്റന്റ് ആണെന്നുണ്ടെങ്കിൽ അട്ടർ ഫ്ലോപ്പ് തന്നെയായിരുന്നു. പിന്നെ ശ്രീരേഖ എന്ന കണ്ടസ്റ്റന്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ അഭിനയം മികച്ചതായിരുന്നു. അവരുടെ ആക്ടുകൾ പലതും ബിഗ് ബോസ് ഹൗസിൽ മികച്ച രീതിയിൽ നിന്നിരുന്നു. എന്നാൽ നമ്മൾ ബിഗ് ബോസ് ഹൗസിൽ പോകുന്നത് അഭിനയം കൊണ്ട് മാത്രം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് മാത്രം നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല. ഈ ഒരു വീക്കെൻഡ് ആകുമ്പോഴത്തേനും എന്തെങ്കിലുമൊക്കെ അഭിനയ മികവ് കാണിച്ച് ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് അപ്രിസിയേഷനും അതുപോലെ തന്നെ പ്രേക്ഷകരും മികച്ചത് എന്ന് പറയാൻ മാത്രം കാണിച്ചു കൂട്ടുന്ന ഒരു കണ്ടസ്റ്റന്റ് മാത്രമായിരുന്നു. അല്ലാതെ ഒരു ഗെയിമർ എന്ന് പറയാനോ അവരുടെ മികച്ച പ്രകടനം നടത്താനോ മികച്ച അഭിപ്രായങ്ങൾ നടത്താനോ ഈ രണ്ട് കണ്ടസ്റ്റൻസും ഫെയിൽഡ് ആയി എന്ന് തന്നെ പറയാം. അതുകൊണ്ട് തന്നെ ഈ ഒരു ഇപ്പോൾ നടന്നിരിക്കുന്ന ഒരു എവിക്ഷൻ ഫെയർ തന്നെയാണ്. വേറൊരു കണ്ടസ്റ്റൻസ് ഒന്നും അവിടെ പുറത്തു പോകാനില്ല. പിന്നെ നന്ദനയാണുള്ളത്. നന്ദന ഓൾറെഡി സേവ് ആയി കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ആഴ്ച ക്യാപ്റ്റനുമാണ്. എന്തായാലും നന്ദനയ്ക്ക് ഒരു അവസരം കൂടി പ്രേക്ഷകർ കൊടുത്തിരിക്കുന്നതും മികച്ച തീരുമാനം തന്നെയാണ്. അടുത്ത ആഴ്ച അല്ലെങ്കിൽ അതിൻ്റെ അടുത്ത ആഴ്ച നമുക്ക് നോക്കാം എങ്ങനെ ഇരിക്കും നന്ദനയുടെ പ്രകടനമെന്ന്. അതിനനുസരിച്ചായിരിക്കും നന്ദനയുടെ ഇനിയുള്ള ബിഗ് ബോസ് ഹൗസിലെ നിലനിൽപ്പ് തന്നെ. ഏതായാലും ഈ ഒരു 9ാമത്തെ ആഴ്ചയിൽ നിലവിൽ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് 2 ഡിവിഷൻ മാത്രമേ ഉള്ളൂ. ഒന്ന്, നമ്മുടെ ശരണ്യ ഓൾറെഡി ഔട്ടായി കഴിഞ്ഞിരിക്കുന്നു. അതിനോടൊപ്പം തന്നെ ശ്രീരേഖയും ഇന്ന് ബിഗ് ബോസ് ഹൗസിനോട് വിട പറയും. സോ കൂടുതൽ അപ്ഡേറ്റുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം.